ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേകതയുള്ള ഒരു പഠന പരമ്പരയാണ് ബൈബിളിനെ സംബന്ധിച്ച്. ഇന്ന് നാം അതിൻ്റെ 80-ാമത്തെ അവതരണത്തിലാണ്. ദ ബൈബിൾ, ദൈവത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം. ദൈവത്തെക്കുറിച്ച് നമ്മെ അറിയിക്കുന്നതിനും നാം നടക്കേണ്ട വഴികൾ നമുക്ക് പരിചയപ്പെടുത്തുന്നതിനും വിശ്വാസയാത്രയിൽ നാം അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി പരിശീലിപ്പിക്കുന്നതിന് ദൈവശ്വാസ്യമായി നൽകപ്പെട്ട ദൈവത്തിൻ്റെ വിശുദ്ധ വചനങ്ങൾ. ഭൂമിയിൽ മനുഷ്യൻ്റെ പരിജ്ഞാനത്തിൽ നിന്നോ പഠനത്തിൽ നിന്നോ അറിവിൽ നിന്നോ ഒരിക്കലും ഉത്ഭവിക്കാൻ ഇടയില്ലാത്തത് ദൈവശ്വാസ്യം, ദൈവത്തിൻ്റെ ആത്മാവിനാൽ വെളിപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം, മനുഷ്യൻ്റെ ജീവിതത്തിന് ആധാരമായിരിക്കുന്ന അനുഗ്രഹത്തിന് മുഖാന്തരമായ വിശുദ്ധ വേദപുസ്തകം. ഈ വിഷയത്തിൻ്റെ 80-ാമത്തെ അവതരണത്തിൽ നാം നിൽക്കുമ്പോൾ മനുഷ്യകുലത്തിന് ആവശ്യമായിരിക്കുന്ന കൃപ, ദൈവം നൽകിത്തന്ന കൃപ, സകല മനുഷ്യർക്കും രക്ഷാകരമായി തീർന്ന ദൈവകൃപ, അത് വിശ്വാസത്താൽ നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത. ഈ രണ്ട് വാക്കുകൾ റോമാലേഖനം എന്ന പരിശുദ്ധമായ ഒരു ലേഖനത്തിലൂടെ നാം സഞ്ചരിച്ചുകൊണ്ട് കൃപയുടെയും വിശ്വാസത്തിൻ്റെയും ബന്ധം, അവയുടെ ആവശ്യകത, ഇവ നാം പഠിക്കുകയായിരുന്നു. നാം റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ഉം 16-ാം അധ്യായത്തിൻ്റെ 26 വാക്യങ്ങൾ ആദ്യം കണ്ടു. തുടർന്ന് റോമാലേഖനം 2-ാം അധ്യായം 28-29 വാക്യങ്ങൾ ചേർത്ത് ചിന്തിച്ചു. പിന്നീട് റോമലേഖനം 3-ാം അധ്യായം 28 മുതൽ 30 വരെ പരിശോധിച്ചു. 4-ാം അധ്യായത്തിലെ 4-ഉം 5-ഉം വാക്യങ്ങൾ നമ്മൾ കണ്ടു. 4-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് ചിന്തിച്ചു. തുടർന്ന് 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമ്മൾ ആലോചിച്ചു. തുടർന്ന് 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യവും 6-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളുമാണ് അവസാനമായി ചിന്തിച്ചത്. ഇന്ന് നമ്മൾ കാണുന്നത് റോമലേഖനം 7-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ്. ഇത് റോമലേഖന പഠനമല്ല, അത് മറ്റൊരു പഠനമാണ്. റോമലേഖനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചില വേദഭാഗങ്ങൾ കൃപയും വിശ്വാസവും എന്ന വിഷയത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി. റോമലേഖനം 7-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ഇപ്പം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ആയ കർത്താവ് യേശുക്രിസ്തുവിൻ്റേതാകേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തോട് അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്ന ഒരു വ്യക്തി, നമുക്കറിയാം കർത്താവ് യേശു ക്രൂസിൽ തൻ്റെ ശരീരയാഗമായി അർപ്പിച്ചു. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കാളിയാകുന്നൊരു വ്യക്തി പഴയ നിയമത്തോട് മരിക്കുകയാണ്. പഴയ നിയമം കുറ്റമറ്റ രീതിയിൽ അനുസരിക്കേണ്ട ആവശ്യകതയോട് നമ്മുടെ നീതീകരണത്തിനായി പഴയ നിയമ പ്രമാണങ്ങൾ കുറ്റമറ്റ തികവുള്ള രീതിയിൽ അനുസരിക്കണമെന്നുള്ള ആ ആവശ്യത്തോടും നാം മരിക്കുകയാണ്. അതിന് ആവശ്യമില്ല. കാരണം നാം മറ്റൊരാളുടേതായി. കർത്താവ് യേശു ക്രിസ്തു ക്രൂസിൽ മരിച്ചു. കാരണം തൻ്റെ അടുക്കിലേക്ക് വരുന്ന, തന്നോട് ചേർക്കപ്പെടുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറുകയാണ്. കാരണം ഫലവത്തായ ഒരു അനുസരണം. കാരണം നാം കുറേ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായി, അതിൻ്റെ നേട്ടമായി നമുക്ക് ലഭിക്കുന്ന നീതീകരണം എന്ന വ്യവസ്ഥ, അതാണ് പഴയ വ്യവസ്ഥ. അതിൽ നമ്മൾ മോചനം നേടി. കാരണം നാം സുവിശേഷം അനുസരിച്ചപ്പോൾ, റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ തന്നെ 3 മുതൽ 6 വരെ ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ്, അതിനോട് അനുരൂപപ്പെടുന്നതിന് സ്നാനം എന്ന ശുശ്രൂഷയെക്കുറിച്ച് വിശദമായി പറയുന്നു. സുവിശേഷം നാം അനുസരിക്കുന്നത് സ്നാനത്തിലൂടെയാണ്. സുവിശേഷം നാം അനുസരിച്ചതിലൂടെ നാം ന്യായപ്രമാണത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിതരായി. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലേക്ക് നാം ചേർക്കപ്പെടുകയാണ്. വെള്ളമാകുന്ന കല്ലറയിൽ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ സ്നാനത്തിലൂടെ നാം മറ്റൊരാളുടേതാകുകയാണ്. ഇപ്പോൾ സുവിശേഷം അനുസരിച്ചതിലൂടെ നാം ഇന്ന് കൃപയുടെ കീഴിലെത്തി. പ്രമാണത്തിൻ്റെ കീഴിലല്ല, കർമ്മത്തിൻ്റെ കീഴിലല്ല, കൃപയുടെ കീഴിലെത്തി. അതുകൊണ്ട് ഇനി നമ്മുടെ മേലൊരു ബാധ്യതയില്ല ന്യായപ്രമാണം കുറ്റമറ്റ രീതിയിൽ അനുസരിക്കുവാൻ. ന്യായപ്രമാണം ഇന്ന് നമുക്ക് ആ തരത്തിലുള്ളൊരു നിബന്ധന തരുന്നില്ല. ഇപ്പോൾ പൗലോസോടെ 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത് നേരത്തെ 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. 6-ന്റെ-14 പൗലോസ് ഓർമ്മിപ്പിച്ചു: നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. നാം ന്യായപ്രമാണത്തിലെ കൃപയുടെ കീഴിലാണ്. നാം ക്രിസ്തുവിനോട് ചേരുമ്പോൾ നാം കൃപയുടെ കീഴിലാണ്.
അത് വളരെ വ്യക്തമായി തന്നെ ഇവിടെ കാണിച്ചു തരികയാണ്. അപ്പോൾ ഒരു ദൈവ പൈതൽ കൃപയുടെ കീഴിലായിരിക്കുകയാണ്. എപ്പോഴാണ് അതാകുന്നത്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ, ജലത്തിൽ ക്രിസ്തുവിനോട് ചേരുവാൻ നിബന്ധന സ്നാനം സ്വീകരിക്കുമ്പോൾ, ആ മരണം അടക്കം ഉയർപ്പ് ക്രിസ്തുവിൻ്റെ ആ സുവിശേഷത്തോട് നമ്മൾ അനുരൂപപ്പെടുന്ന സമയത്താണ് നാം കൃപയുടെ കീഴിലേക്ക് മാറുന്നത്. പഴയ നിയമം അത് നൽകപ്പെട്ടതിൻ്റെ ഉദ്ദേശം തന്നെ യഹൂദന്മാരെ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുവാൻ, ക്രൂസിലേക്ക് എത്തിക്കുവാനായിരുന്നു. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നൽകപ്പെടുക. കാരണം ക്രിസ്തുവിൻ്റെ അടുക്കൽ ശിശുപാലകനെ പോലെ ന്യായപ്രമാണം അവരുടെ അടുക്കൽ എത്തിക്കുവാൻ. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ അടുക്കൽ എത്തിക്കഴിയുമ്പോൾ ക്രിസ്തു തൻ്റെ ശരീരം ക്രൂസിൽ യാഗമായി അർപ്പിച്ചത് നമുക്ക് ന്യായപ്രമാണത്തിലുള്ള ബന്ധത്തിൽ നിന്ന് വിടുതലൊരുക്കുകയാണ്. ഇത് വളരെ മനോഹരമായി പൗലോസ് അപ്പോസ്തലൻ 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളെ ചേർത്ത് ചിന്തിച്ചാൽ മനസ്സിലാകും. ഒരു വിവാഹബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നത് കേൾക്കാം. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്, യഹൂദജനത്തോട്. മനുഷ്യൻ ജീവിച്ചിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട്. കാരണം ആ നിയമത്തിന് കീഴിലായിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ നിയമം നമ്മുടെ മേൽ അധികാരം നടത്തും. ഇത് നിങ്ങൾ അറിയുന്നില്ല. അത് ഉദാഹരണം പറയും. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭാര്യ ഭർത്തൃപ്രമാണം എന്നാണ് അവിടെ അർത്ഥം. ഭർത്തൃന്യായപ്രമാണം. ആ ജീവിച്ചിരിക്കുന്ന ഭാര്യ തൻ്റെ ഭർത്താവിനോട്, ഭർത്താവ് ജീവനോടിരിക്കുന്ന കാലത്തോളം ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഇത് ഭർത്തൃന്യായപ്രമാണം, ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള പ്രമാണമാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ സ്വതന്ത്രയായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറൊരു പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. എന്നാൽ ഭർത്താവ് ആയിട്ട് നിയമ ഉടമ്പടി ചെയ്തതാണ്. ഭർത്താവ് ജീവനോട് ഇരിക്കുമ്പോഴാണ് വേറൊരു പുരുഷൻ്റെ കൂടെ പോയി താമസിച്ചത്. ആ സ്ത്രീ വ്യഭിചാരിണി എന്നറിയപ്പെടും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രമായത്, ഭർത്തൃന്യായപ്രമാണത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയായി. എന്നിട്ടാണ് 4-ാം വാക്യം പറഞ്ഞത്, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സമ്മതമായി മരിച്ചിരിക്കുന്നു. എന്നാൽ ക്രിസ്തു ക്രൂസിൽ യാഗമായി തീരുമ്പോൾ ന്യായപ്രമാണം അവസാനിപ്പിച്ചു, വഴിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു, പൂർത്തിയാക്കി, ക്രൂസിൽ തറച്ചു, എടുത്തു മാറ്റി. ആ ക്രിസ്തുവിനോട് നമ്മൾ ചേരുമ്പോൾ ഈ പഴയ ബന്ധം അവസാനിച്ചു. കാരണം ന്യായപ്രമാണം അവസാനിച്ചു. ഇപ്പോൾ നമ്മളിന്ന് സ്വതന്ത്രയായി. നമുക്കിന്ന് ക്രിസ്തുവിനോട് ചേരാം. അങ്ങനെ ദൈവത്തിന് ഫലം കായ്ക്കാം. അല്ലെങ്കിൽ ദൈവത്തിന് ഫലം കായ്ക്കാൻ പറ്റില്ല. കാരണം ഒരു ബന്ധം അവിടെ കിടക്കുകയാണ്, ന്യായപ്രമാണമായിട്ടുള്ള ബന്ധം. അത് ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് വേറൊരിടത്തേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ ന്യായപ്രമാണം നേരെ മറിച്ച് ചത്തുപോയാൽ, മരിച്ചുപോയാൽ, അത് നിർജ്ജീവമാക്കപ്പെട്ടാൽ, നിവൃത്തിയാക്കപ്പെട്ടാൽ, എടുത്തു മാറ്റപ്പെട്ടാൽ, നമ്മുടെ മേലൊരു ബാധ്യതയായി ഇപ്പോൾ ഇല്ല എങ്കിൽ നമ്മൾ ഫ്രീ ആയി. എങ്ങനെയാണത് മാറ്റപ്പെട്ടത്, എടുത്തു മാറ്റപ്പെട്ടത്? ക്രിസ്തു ക്രൂസിൽ മരിച്ചപ്പോൾ. ഇതാണ് വ്യക്തമായി അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ദൈവത്തിന് ഫലം കായ്ക്കണമെങ്കിൽ, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രയോജനമുള്ള, മഹത്വമുള്ള, പ്രസാദമുള്ള ശുശ്രൂഷകൾ ഉണ്ടാകണമെങ്കിൽ, നമ്മൾ പഴയ പോലെ ആ ഒരു നമ്മളെ അർഹതയുള്ളതാക്കുന്ന ഗുണവത്തായ ആ ന്യായപ്രമാണ പ്രവൃത്തികളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. യഹൂദന്മാർ ഒരിക്കലും ആ അവസ്ഥയുടെ കീഴിലായിരുന്നു. പക്ഷേ യേശുവിനോട് ചേർന്നപ്പോൾ, സുവിശേഷം സ്നാനത്തിലൂടെ അനുസരിച്ചപ്പോൾ അവർ ആ വ്യവസ്ഥയോട് മരിച്ചു. ആ ഭർത്താവ് മരിച്ച അവസ്ഥ സ്ത്രീ മറ്റൊരു പുരുഷനായതുപോലെ ന്യായപ്രമാണം മരിച്ചു. ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവ പൈതൽ വീണ്ടും തിരിച്ച് പ്രമാണത്തിലേക്ക്, ന്യായപ്രമാണത്തിലേക്ക്, കർമ്മമാർഗത്തിലേക്ക്, നമ്മൾ പ്രകടനത്തിനനുസരിച്ചുള്ള ഫലം കിട്ടുമെന്ന അവസ്ഥയിലേക്ക് തിരിച്ചു മടങ്ങിപ്പോയാൽ നാം ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടുപോയി. ഗലാത്യർ 5:4. ആ വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിന് ഫലം കായ്ക്കാൻ പറ്റില്ല. ആ വ്യക്തിയുടെ ഒരു ശുശ്രൂഷ ദൈവം അംഗീകരിക്കില്ല. കാരണം ആ വ്യക്തി നിയമലംഘനമാണ് കാണിച്ചത്. അവന് ക്രിസ്തുവിനെ കൊണ്ടൊരു പ്രയോജനമില്ല. കർത്താവിൻ്റെ ഉപദേശത്തിനും വഴികളും വ്യത്യസ്തമായി അതിനെ ലംഘിച്ചു പോകുന്ന ഒരാളും ക്രിസ്തുവുമായുള്ള ബന്ധത്തിലല്ല. ഇതാണ് റോമലേഖനം 7:4. അടുത്ത വാക്യം റോമർ 8:1. വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല.
ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഒരു വിശ്വാസി അനുസരിക്കുമ്പോൾ, അതായത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്നതിന് അനുസരണം കാണിക്കുമ്പോൾ, ആ വ്യക്തി ഇനി ശിക്ഷാവിധിയുടെ കീഴിലല്ല, ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവനായി മാറി. അതായത് ന്യായപ്രമാണം കുറ്റമറ്റ രീതിയിൽ അനുസരിച്ചില്ലെങ്കിൽ സകല മനുഷ്യരുടെ മേലും വരുന്ന ശാപകരമായ ശിക്ഷാവിധി, അതിൽ നിന്ന് ആ മനുഷ്യൻ സ്വതന്ത്രനായി. കാരണം അവൻ ക്രിസ്തുവിനോട് ചേർന്നു. അവരിപ്പോൾ ദൈവകൃപയിൽ നടക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയ്ക്ക് അധീനനായി ദൈവകൃപയുടെ കീഴിൽ ജീവിക്കുന്നത് കൊണ്ട് അവൻ്റെ ആ കഴിവില്ലായ്മകൾ, അതായത് പ്രമാണം പൂർണ്ണമായി കുറ്റമറ്റ രീതിയിൽ അനുസരിക്കാനുള്ള അവൻ്റെ കഴിവില്ലായ്മകളിൽ നിന്ന് അവന് സ്വതന്ത്രനായി അവന് ശുദ്ധീകരിക്കപ്പെട്ടു. അവൻ്റെ മേലൊരു ശിക്ഷാവിധിയില്ല, അവൻ ക്രിസ്തുവിലാണ്. അപ്പം നേരെ മറിച്ച് പ്രമാണത്തിൽ നടക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ ശിക്ഷാവിധിയുടെ കീഴിലാണ്. അവൻ എപ്പോഴും തെറ്റിക്കൊണ്ടിരിക്കും. കാരണം അവനെക്കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ് കുറ്റമറ്റ രീതിയിൽ പ്രമാണം ചട്ടം അനുസരിക്കുക എന്നുള്ളത്. അതിനവൻ ശ്രമിച്ചാൽ അവൻ എപ്പോഴും ശിക്ഷാവിധിയുടെ കീഴിലാണ്. കാരണം നിയമത്തിൻ്റെ കീഴിലെന്ന് പറഞ്ഞാൽ പാപം പെരുകിക്കൊണ്ടേയിരിക്കും. ഓരോ കുറവുകളും പാപങ്ങളും വൈകല്യങ്ങളും കൂടുതൽ വ്യക്തമായിക്കൊണ്ടേയിരിക്കും. അതെല്ലാം നമ്മളെ ശിക്ഷാവിധിക്ക് യോഗ്യരെന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും. കാരണം പ്രമാണം പാപത്തെ കാണിച്ചിരിക്കുകയാണ്. പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം തിരിക്കും. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ കുറവുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗുണവത്തായ ഫലദായകമായൊരു വ്യവസ്ഥ എന്ന പോലെ ന്യായപ്രമാണം പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണമാണ്. ന്യായപ്രമാണത്തിൽ പാപം പരിജ്ഞാനം കിട്ടുന്നു, പാപം വെളിപ്പെടുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണം. ഇപ്പോൾ ന്യായപ്രമാണം പാപത്തിൻ്റെ ശമ്പളത്തിൻ്റെ വ്യവസ്ഥയാണ്. അതിൽ പാപമോചനം എന്ന അവസ്ഥയില്ല. പാപങ്ങൾ മോചിക്കപ്പെടാനുള്ള വ്യവസ്ഥ ന്യായപ്രമാണത്തിലില്ല. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ യാക്കോബ് ഇപ്രകാരം പറയുകയുണ്ടായി: ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനാണ്. ഒരു ചെറിയ ലംഘനം, ഒരു ചെറിയ പിഴവ്, ഒരു ചെറിയ തെറ്റ് മതി ന്യായപ്രമാണ വ്യവസ്ഥയിൽ, അവൻ സകലത്തിനും കുറ്റക്കാരനാണ്. എന്നുവെച്ചാൽ അവന് പൂർണ്ണമായി ഒരിക്കലും അത് കുറ്റമറ്റ രീതിയിൽ അത് ചെയ്യുവാൻ പൂർത്തിയാക്കാൻ പറ്റില്ല എന്നർത്ഥം. ഒരു പാപം ഒരുവനെ നിയമലംഘിയാക്കുന്നു. ഒരു പാപമല്ലേ ഉള്ളൂ, അത് ചെറിയൊരു പാപമല്ലേ എന്നില്ല. ഒരു ലംഘനം, ഒരു തെറ്റ് അവനെ നിയമലംഘിയാക്കുന്നു. അതുകൊണ്ട് അവൻ ന്യായപ്രമാണത്താൽ ശിക്ഷയ്ക്ക് കീഴിലാണ്, ശിക്ഷാവിധിയുടെ കീഴിലാണ്. പക്ഷേ വിശ്വാസത്തിൻ്റെയും കൃപയുടെ വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ അത് ക്രിസ്തുവിൽ വരുന്ന വ്യവസ്ഥയാണ്. വിശ്വാസത്തിൻ്റെയും കൃപയുടെയും കീഴിൽ വരുമ്പോൾ അവിടെ കരുണയാണ്. അവിടെ കരുണയാണ് കൃപയാൽ വെളിപ്പെട്ടത്. ദൈവം കരുണ കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ കീഴിൽ വരികയാണ്. ഇവിടെ ദൈവ പൈതൽ, ക്രിസ്തുവിലുള്ളവനാണ് ദൈവ പൈതൽ. ക്രിസ്തുവിനെക്കുറിച്ച് പഠിച്ചിട്ടോ പുസ്തകം വായിച്ചിട്ടോ പാട്ട് പാടിയിട്ടോ പാട്ട് കേട്ടിട്ടോ ഒന്നും ക്രിസ്ത്യാനിയാകില്ല. ക്രിസ്തുവിൻ്റെ ചേരുവാൻ റോമർ 8-6-ാം അധ്യായത്തിന് ശേഷമാണ് ക്രിസ്തുവിൻ്റെ ചേരുവാൻ സ്നാനമേറ്റ് ക്രിസ്തുവിൻ്റെ മരണമടക്ക ഉയർപ്പിനോട് അനുരൂപപ്പെട്ട വ്യക്തി അവനാണ് ക്രിസ്തുവിൽ വരുന്ന വ്യക്തി. ക്രിസ്തുവിൽ വരുന്ന വ്യക്തി ശിക്ഷാവിധിയുടെ കീഴിലല്ല, ഒരു ശിക്ഷാവിധി സ്വതന്ത്രനായി. ക്രിസ്തുവിൽ വരുമ്പോൾ തന്നെ ശിക്ഷാവിധി സ്വതന്ത്രനായി. ആ വ്യവസ്ഥ ഫലദായകമായിട്ട് ഒരു കാര്യം കിട്ടും, ഗുണം കിട്ടുമെന്ന രീതിയിൽ കർമ്മങ്ങളും ചട്ടങ്ങളും അനുസരിക്കുക എന്ന ന്യായപ്രമാണ വ്യവസ്ഥയുടെ കീഴിൽ നിന്ന് സ്വതന്ത്രനായി കൃപയുടെയും കരുണയുടെയും കീഴിലെത്തി. അത് സ്നാനത്തിലൂടെ അവനെ നേടി. ദൈവം അവന് കൃപയായി കൊടുത്തു. അവിടെ അവൻ ക്രിസ്തുവിൻ്റെ രക്തത്തോടാണ് ബന്ധപ്പെട്ടത്. പ്രവർത്തന പുസ്തകം 22-ാം അധ്യായത്തിൽ ശൗൽ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച മനുഷ്യൻ കണ്ണു കാണാത്തവനായി ഒരിടത്ത് വന്നിരിക്കുമ്പോൾ അവിടെ അവൻ്റെ അടുക്കലേക്ക് ദൈവം അനന്യാസിനെ അയക്കും. അനന്യാസ് വന്നിട്ട് 22-ാം അധ്യായ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം വാക്യത്തിൽ ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിൻ്റെ പാപങ്ങളെ കഴുകിക്കളക. സ്നാനമേറ്റ് നിൻ്റെ പാപങ്ങളെ കഴുകിക്കളക. കാരണം അവൻ സ്നാനപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്തോടുള്ള സമ്പർക്കത്തിലെത്തുകയാണ്. കാരണം ക്രിസ്തുവിൻ്റെ മരണം അടക്കം ഉയർപ്പ്, ക്രിസ്തുവിൻ്റെ മരണത്തിലാണ് തൻ്റെ രക്തം ചൊരിഞ്ഞത്. ക്രിസ്തുവിൻ്റെ മരണത്തോട് ചേരുക എന്ന് പറഞ്ഞാൽ, അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു രക്തവുമായുള്ള ബന്ധത്തിൽ പ്രവേശിക്കുകയാണ്. ക്രിസ്തു രക്തമാണ് നമ്മുടെ പാപങ്ങൾ മോചിക്കുക. രക്തം ചൊരിയാതെ വിമോചനമില്ല. അപ്പം അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ പിന്നീട് നടക്കുന്ന എവിടെയാണ്? യോഹന്നാൻ്റെ ലേഖനം പറയും വെളിച്ചത്തിലാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ
യോഹന്നാൻ പറഞ്ഞു, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. വെളിച്ചത്തിൽ, ജ്ഞാനത്തിൽ, അറിവിൽ, ദൈവത്തിൽ. ഒന്നിൻ്റെ 5 ദൈവം വെളിച്ചമാണ്. ദൈവപരിജ്ഞാനത്തിൽ, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുമ്പോൾ യേശുവിൻ്റെ രക്തം നമ്മെ കഴുകിക്കൊണ്ടേയിരിക്കും. ശിക്ഷാവിധിയുടെ കീഴിലല്ല, ശിക്ഷാവിധി സ്വതന്ത്രമായി. അതുകൊണ്ടാണ് റോമയിലെ 8:2 പൗലോസ് പറഞ്ഞത്, അപ്പം അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശിലുള്ളവർക്കൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന് 1-ാം വാക്യത്തെ പറഞ്ഞതിന് ശേഷം ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന്. അപ്പോൾ ഇവിടെ റോമിലുള്ള വിശ്വാസികളുടെ പൗലോസ് പറയുമ്പോൾ അവർ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരാണ്. 6-ാം അധ്യായം വിശദമായതിനെക്കുറിച്ച് പഠിപ്പിച്ചു. അതിനുശേഷമാണ് 8-ാം അധ്യായത്തിലെ അവസ്ഥ. അന്ന് ബൈബിളിൽ അധ്യായങ്ങളില്ല, നമ്പറുകളില്ല. ഇപ്പോൾ സ്നാനമേറ്റ ദൈവമക്കളോടാണ് പറയുന്നത്, പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി ആ വ്യവസ്ഥയിൽ നിന്ന്, കർമ്മമാർഗത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന നീതി എന്നുള്ള ആ സിദ്ധാന്തത്തിൽ നിന്ന് നിങ്ങൾ മോചിതരാണ്. നിങ്ങളിപ്പോൾ കൃപയുടെ കീഴിലാണ്. പാപികളാണെന്നുള്ള ആ കുറ്റവിധി നിന്ന് മോചനം പ്രാപിച്ചു. ഇപ്പോൾ നിങ്ങൾ ആ മരണത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി. ന്യായപ്രമാണം ആവശ്യപ്പെട്ട മരണം നിങ്ങൾ സ്വതന്ത്രരായി. നിങ്ങൾക്ക് പകരം ക്രിസ്തു മരിച്ചു. നിങ്ങൾ ക്രിസ്തുവോട് ചേർന്നു. നിങ്ങളിപ്പോൾ കൃപയുടെ കീഴിലാണ്. ഇത് കരുണ തരും. ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളെ കഴുകിക്കൊണ്ടിരിക്കും. ഇതാണ് റോമർ 8:1. അവിടെ നമ്മൾ കൃപയും വിശ്വാസം എന്ന വാക്കിൻ്റെ പ്രയോജനം കാണുകയാണ്. മറ്റൊരു വാക്യം ആരംഭിക്കാൻ ബാക്കി അടുത്ത അവതരണത്തിൽ നമുക്ക് കൂടുതൽ ചിന്തിക്കാം. റോമർ 10-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 10 വരെ, അതോടൊപ്പം 11-ാം അധ്യായം 5-6 വാക്യം. റോമർ 10-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെ. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആ സ്വർഗത്തിൽ കയറുമെന്നോ ക്രിസ്തുവിനെ മരിച്ചവഴിയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിൻ്റെ ഹൃദയത്തിൽ പറയരുത്. നമുക്ക് അസാധ്യമായൊരു കാര്യമാണ്. എന്നാൽ അതെന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തൻ ലജിച്ചു പകലെന്ന് 11-ാം വാക്യം. ഇപ്പോൾ വളരെ ശ്രദ്ധിക്കുക റോമർ 10:6 മുതൽ 10. അതോടൊപ്പം 11-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളൊന്ന് വായിക്കാം. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, റോമലേഖനം 10-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള പ്രസ്താവന, പ്രത്യേകിച്ച് എൻ്റെ 10-ാം വാക്യം, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുക. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുക നീതിക്കായി, അൺടു റൈറ്റസ്നെസ്. വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുക. കൺഫെഷൻ ഈസ് മേഡ് ടു സാൽവേഷൻ എന്നാണ്. ഇവിടെ പൗലോസ് വിശ്വസിക്കുക ഏറ്റുപറയുകയും ചെയ്യുന്നത് നീതിക്കും രക്ഷയ്ക്കും എന്നല്ല, ഒരുമിച്ചല്ല പറഞ്ഞത്, എടുത്തു മാറ്റി വേർതിരിച്ച് പറഞ്ഞു. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുക. ഇപ്പോൾ റോമലേഖനത്തിൽ ഇതിനകം തന്നെ പൗലോസ് വ്യക്തമായി സ്ഥാപിച്ചു കഴിഞ്ഞു അടിസ്ഥാന പ്രമേയം വിശ്വാസം. എന്താണത്? കൃപയാലുള്ള രക്ഷ, അത് അനുസരണമുള്ള വിശ്വാസത്താൽ, അനുസരിക്കുന്ന വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു. ദൈവകൃപയാൽ, രക്ഷ കൃപയാലാണ്. പക്ഷേ അതിനെ നാം അനുസരിക്കുമ്പോഴാണ് കൃപ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇവിടെ റോമലേഖനം 10-ാം അധ്യായത്തിൽ ഇവിടെ വ്യക്തമായി പറയുന്നു, നാം ദൈവത്തിൽ വിശ്വസിക്കണം. കാരണം വിശ്വാസത്തിലുള്ള നീതിയെക്കുറിച്ച് പറയും, ദൈവത്തിൽ വിശ്വസിക്കുക. അതാണ് അടിസ്ഥാനമായിട്ടുള്ള ആവശ്യകത. കാരണം നമുക്ക് നീതി തരുന്ന, കൃപയാൽ നമുക്ക് നീതി തരുന്ന ദൈവത്തിൽ വിശ്വസിക്കുക. വ്യക്തിപരമായും നാം ഓരോരുത്തരും ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്നു. നാം ഏറ്റുപറയുന്നു. ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുന്നു. യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ട് ഏറ്റുപറയുക. ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ അത് വളരെ ആവശ്യമാണ്. ഇപ്പോൾ ദൈവകൃപയിൽ വിശ്വസിക്കുക, നമ്മുടെ കഴിവില്ലായ്മ അംഗീകരിക്കുക, ദൈവം നമുക്ക് ഒരുക്കി തന്ന രക്ഷാമാർഗത്തെ അംഗീകരിക്കുക. അങ്ങനെയാണ് നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമാകുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. ക്രിസ്തുവിൻ്റെ രക്തത്തുള്ള ബന്ധം നമുക്ക് സ്ഥാപിക്കുന്നത് സ്നാനത്തിലൂടെയാണ്. ഇത് ദൈവം കൃപയാൽ തന്ന അനുഗ്രഹമാണ്. അങ്ങനെ നമ്മൾ സ്നാനത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ രക്ഷയുടെ അനുഭവത്തിലെത്തുകയാണ്. പക്ഷേ നമ്മളൊരു വിശ്വാസം വ്യക്തമായിരിക്കണം. കർത്താവ് യേശുവിനെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം കൃത്യമായിരിക്കണം. അത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറയണം.
കൂടുതലായിട്ട് നമുക്ക് അടുത്ത ദിവസം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട വാക്യങ്ങൾ റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വ്യക്തമായി കണ്ടു. ഒരു വിവാഹബന്ധത്തിൻ്റെ ചിത്രീകരണത്തിലൂടെ പൗലോസ് കാണിച്ചു തന്നു, നാം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വേറൊരാളുടേതായി മാറി. ആരുടേത്? ക്രിസ്തുവിൻ്റേതായി മാറി. അതിന് നമ്മൾ പക്ഷേ പഴയ ബന്ധം അവസാനിക്കണം. ന്യായപ്രമാണ ബന്ധം അതായത് കർമ്മമാർഗം, പ്രവൃത്തികൾ, പ്രകടനങ്ങൾ, അതിലല്ല എന്ന് മനസ്സിലാക്കി ആ ബന്ധം അവസാനിക്കണം. ആ ബന്ധം അവസാനിച്ചാൽ മാത്രമേ പുതിയൊരാൾ ആകാൻ പറ്റുകയുള്ളൂ. ആ ബന്ധം, ന്യായപ്രമാണം എന്ന് പറയുന്ന ആ വ്യവസ്ഥയെ ക്രിസ്തു ക്രൂസിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു, അതിനെ നിവൃത്തിയാക്കി. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിലേക്ക് വരുന്നവർ സ്വതന്ത്രരാണ്. ഒരു ക്രിസ്തുവിൻ്റേതാകാം. ക്രിസ്തുവിൻ്റേതായാൽ മാത്രമേ ഫലമുണ്ടാവുകയുള്ളൂ. ദൈവത്തിന് ഫലം കായ്ക്കണമെങ്കിൽ നാം ക്രിസ്തുവിൻ്റേതാകണം. ക്രിസ്തു എന്ന മുന്തിരി വള്ളിയോട് ചേർന്ന് നിൽക്കണം. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്യം പഠിച്ചു, റോമർ 8:1. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇപ്പോൾ യാതൊരു ശിക്ഷാവിധിയുമില്ല. പ്രമാണത്തിൻ്റെ കീഴിൽ ശിക്ഷാവിധിയായിരുന്നു. നമുക്ക് കുറ്റമറ്റ രീതി നമുക്ക് അനുസരിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ ഇനി ശിക്ഷാവിധിയില്ല. നാം വെളിച്ചത്തിൽ നടക്കുകയാണ്. ക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ നിരന്തരമായി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചത്തിൽ നടക്കുന്നവർക്ക് അപ്പോൾ അവിടെ ശിക്ഷാവിധിക്ക് സാധ്യതയില്ല. പാപത്തിൻ്റെ മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്നാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ വീണ്ടെടുക്കപ്പെട്ടത്. വെളിച്ചത്തിൽ നടക്കുമ്പോൾ ശിക്ഷാവിധിയുടെ കീഴിലാണ്. ശിക്ഷയുടെ കീഴിൽ നിന്ന് സ്വതന്ത്രരാകുകയാണ്. റോമർ 10:6-10 നമ്മൾ ചിന്തിക്കാൻ ആരംഭിച്ചു. ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അധരം കൊണ്ട് ഏറ്റുപറയണം. ഹൃദയം കൊണ്ട് നീതിക്കായിട്ട് വിശ്വസിക്കണം, വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയണം. എങ്കിൽ മാത്രമേ രക്ഷയുടെ അനുഭവത്തിലെത്തുകയുള്ളൂ. അപ്പോൾ ഇവിടെ വിശ്വാസം വ്യക്തമായിരിക്കണം, കൃത്യമായിരിക്കണം, ദൈവം ആവശ്യപ്പെടുന്നതായിരിക്കണം. അത് കർത്താവ് യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് റോമലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് അബ്രഹാമിനെ ഉപയോഗിച്ചുകൊണ്ട് പറയും, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി നിമിത്തം മരിച്ച് നമ്മുടെ നീതീകരണത്തിനായി ഉറപ്പിച്ചിരിക്കുന്ന ക്രിസ്തു യേശുവിനെ വിശ്വസിക്കുന്ന നിങ്ങൾക്കും ദൈവം നീതിയായി കണക്കിടും. ഇപ്പം ക്രിസ്തുവിനെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് വചനപ്രകാരമായിരിക്കണം. 11-ാമത്തെ വാക്യത്തെക്കുറിച്ചുള്ള കാര്യം നമുക്ക് അടുത്ത പഠനത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ നമുക്ക് അടുത്ത പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കൃപയും വിശ്വാസവും, അതിൻ്റെ ബന്ധം, വിശ്വാസ ജീവിതത്തിൽ അതിൻ്റെ ആവശ്യകത. കൃപയാലാണ് നാം രക്ഷപ്പെട്ടത്. പക്ഷേ അതിൻ്റെ അനുഭവം നമുക്ക് എട്ടുന്നത് അനുസരണമുള്ള വിശ്വാസത്താലാണ്. വിശ്വാസത്തിന് എപ്പോഴും അനുസരണമുണ്ട്, അത് മറക്കരുത്. അത് വളരെ പ്രധാനമാണ്. നമ്മൾ ബൈബിൾ വായിച്ചതുകൊണ്ട് വിശ്വാസിയാകുന്നില്ല, ബൈബിൾ കേട്ടതുകൊണ്ട് വിശ്വാസിയാകുന്നില്ല, നോട്ട്ബുക്കിൽ മുഴുവൻ പകർത്തി ചെയ്തുകൊണ്ട് വിശ്വാസിയാകുന്നില്ല, വിശ്വാസിയുടെ കൂട്ടത്തിൽ പോയി ഇരുന്നതുകൊണ്ട് വിശ്വാസിയാകില്ല. അനുസരിക്കണം. ദൈവം നമ്മൾ പറയുന്നത് എന്താണെന്ന് കേൾക്കണം. അതനുസരിച്ച് മാറ്റം വരേണ്ടത് മാറ്റം വരുത്തണം, കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർക്കണം. അപ്പോഴാണ് നാം വിശ്വാസിയാകുന്നത്. ദൈവം പറയുന്നത് വിശ്വസിക്കുന്നു, ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.